ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ റെട്രോ കണ്ടിരിക്കുകയാണ്. സൂര്യയുടെ കംബാക്ക് ഒക്കെ പ്രതീക്ഷിച്ചു പോയ നമുക്ക് ഒരു ഓക്കെ സിനിമയാണ് കിട്ടിയത്. ഒരു മോശം സിനിമയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബോറടിക്കത്തില്ല. പക്ഷെങ്കിൽ സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്കും ഒരു സാധാ ക്ലീശേ കഥ, പിന്നെ കുറെ എന്താ പറയാ പഴയ എലമെന്റ്സ് എല്ലാം കൂടി കുത്തിച്ചേർത്ത് ഫസ്റ്റ് ഹാഫ് ഓക്കെ ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് ഇന്റർവെൽ വരെ ഒരുവിധം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു സിനിമ സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്കും എന്തിനു വേണ്ടി എന്നുള്ളൊരു പോയിന്റ് വരുമ്പോഴത്തേക്കും സിനിമ ഒരു ക്ലീശ സിനിമയായി പോവാണ്. അതാണ് ഈ ഒരു സിനിമയിലെ ഏറ്റവും നെഗറ്റീവ് എന്ന് പറയേണ്ടത്. പിന്നെ അങ്ങോട്ട് സിനിമ ഓക്കെയാണ്, വളരെ മോശം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാർത്തിക് സുബ്രാജിന്റെ ഒരു ഏറ്റവും മോശം സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. ഇതുവരെ ഇറങ്ങിയിട്ടുള്ളതിൽ ഏറ്റവും മോശം സിനിമ. സൂര്യ പിന്നെ കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് കാണാൻ പറ്റി. പെർഫോമൻസ് എല്ലാം ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷെങ്കിൽ സിനിമ ഓക്കെയാണ്. ഒരു വൗ ഫാക്ടർ ഒന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല സിനിമ കണ്ടു കഴിയുമ്പോൾ. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പം ചെറിയ ക്ലൈമാക്സ് എത്തിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചുവിടുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഒരു ചിന്ത വന്നുപോയി. അങ്ങനെ ഒരു ചെറിയ രീതിയിൽ വലിച്ചു നീട്ട് ക്ലൈമാക്സ് പിന്നെ ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോൾ ഓക്കെ ആയി. ആണ് ഈ ഒരു സിനിമ. റെട്രോ എന്ന് പറയുമ്പം അത്രേ ഉള്ളൂ. പിന്നെ സൂര്യ കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് കാണാം. അതാണ് ഈ ഒരു സിനിമയുടെ പ്രത്യേകത. കുറെ നാളുകൾക്ക് ശേഷം സ്റ്റൈലിഷ് ആയിട്ട് കാണാം. അപ്പൊ ശരി ഫ്രണ്ട്സ്, ആരെങ്കിലും ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.